സൗരോർജ്ജ ഉൽപ്പാദനം കൂടിയതോടെ ഉപഭോക്താക്കളെ പിഴിയാൻ KSEB സോളാർ വൈദ്യുതിയുടെ 21% മാത്രമാണ് ഗാർഹിക ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 79% ഗ്രിഡിലേക്ക് എന്നതു ആണ് പഠനം. 1000 മെഗാവാട്ടും കടന്നാണ് പകൽ നേരത്ത് ഗ്രിഡിലേക്കുള്ള സൗരോർജ്ജത്തിൻ്റെ ഒഴുക്ക്. അധിക വൈദ്യുതിയുടെ ശേഖരണവും കൈകാര്യം ചെയ്യലും 500 കോടിയുടെ അധിക ചെലവുണ്ടാക്കുന്നതായി ബോർഡ്. നഷ്ടം നികത്താൻ 19 പൈസ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാനുള്ള ആലോചന നടക്കുകയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനും ചേരുന്നു. പ്രജിത്ത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കറണ്ട് ചാർജ് വീണ്ടും കൂടാൻ പോകുന്നു, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും വിനോദ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സൂര്യഘർ പദ്ധതി പോലെയുള്ള സോളാർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അത് രാജ്യവ്യാപകമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയോട് ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ഉപഭോക്താക്കൾ മുഖം തിരിച്ചിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ ഒരു ലാഭം തങ്ങൾക്ക് എത്രത്തോളം അത് ഗുണകരമാകുമെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ കേരളത്തിൽ വ്യാപകമായി അത്തരം പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഉപഭോക്താക്കൾ KSEBയെ സമീപിച്ച് ഈ പദ്ധതിയിൽ തങ്ങളെ പങ്കെടുപ്പിക്കണം അല്ലെങ്കിൽ തങ്ങൾക്ക് നൽകണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തുകയും പലയിടത്തും സോളാർ പാനലുകൾ വരികയും ചെയ്യുന്നു. എന്നാൽ KSEB കാണുന്നത് ഇതിനെ മറ്റൊരു രീതിയിലാണ്. അതായത് ഈ വൈദ്യുതി എത്തുന്നതോടുകൂടി, അതായത് പലയിടത്തും സോളാർ ഉൽപ്പന്നം വ്യാപകമായതോടുകൂടി പകൽ സമയത്ത് ഗ്രിഡിലേക്ക് എത്തുന്ന വൈദ്യുതിയുടെ അളവ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നതിലും ശേഖരിക്കുന്നതിലുമൊക്കെയായി ഏതാണ്ട് 500 കോടിയുടെ അധിക ചെലവ് തങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് KSEB പറയുന്ന ഒരു വാദം. അതിൽ പ്രത്യേകമായി അവർ പറയുന്ന ഒന്ന്, പകൽ സമയത്ത് ഉപഭോക്താക്കൾക്കിടയിൽ കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം കുറവാണ്. ഈ സമയത്ത് വൈദ്യുതി ഉപയോഗം, അതായത് ഇപ്പോൾ KSEBയുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 1000 മെഗാവാട്ടിലധികമൊക്കെയാണ് ഇപ്പോൾ സോളാർ വൈദ്യുതിയിൽ നിന്ന് ഈ ഗ്രിഡിലേക്ക്, മെഗാവാട്ടാണ് ഈ പകൽ സമയത്ത് ഗ്രിഡിലേക്ക്, KSEBയുടെ ഗ്രിഡിലേക്ക് സോളാർ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി എത്തുന്നത്. അതിൽ ഈ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഏതാണ്ട് 79% അങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് KSEB പറയുന്നത്. സോളാർ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ 21% മാത്രമാണ് ഗാർഹിക ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് വലിയ നഷ്ടം വരുന്നുണ്ട് എന്നുള്ളതാണ് KSEB പറയുന്നത്. ഇതിന് KSEBയുടേതായ ചില കാരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഒന്ന്, പകൽ സമയത്താണ് ഈ സോളാർ വൈദ്യുതി ഉൽപ്പാദനം കൂടുതൽ അല്ലെങ്കിൽ ഉള്ളത്. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഉപഭോക്താക്കൾ ഉപയോഗിക്കാതെ തങ്ങളുടെ ഗ്രിഡിലേക്ക് എത്തുന്നു. ഇതിന് പകരമായി രാത്രി സമയങ്ങളിൽ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നൽകേണ്ടി വരുന്നത് പുറത്തുനിന്നടക്കം വലിയ തുക കൊടുത്ത് വാങ്ങുന്ന വൈദ്യുതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് KSEBയുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഈ വരുമാന നഷ്ടം നികത്താൻ വേണ്ടി 19 പൈസ വരെ വൈദ്യുത ചാർജിൽ വർധനവ് വരുത്തേണ്ടി വരുമെന്നുള്ള ഒരു ആലോചനയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ KSEB പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ സോളാർ വൈദ്യുതി സ്വീകരിച്ച ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങൾക്ക് ലാഭകരമാകേണ്ട ഒരു പദ്ധതി, ഇത്തരത്തിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദനം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നത് KSEBക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികൾ ആലോചിക്കാതെ, പുതിയ രീതിയിൽ വൈദ്യുതി എങ്ങനെ ഉപയോഗിക്കപ്പെടാം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാതെ ഉൽപ്പാദനം കൂടിയതിൻ്റെ നഷ്ടം, അത് ഇത്തരത്തിൽ വിപ്ലവകരമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് അധിക ചെലവാകുന്ന രീതിയിലേക്ക്, പിഴിയുന്ന രീതിയിലേക്ക് KSEB പോവുകയാണ്. അല്ലെങ്കിൽ അത് സംസ്ഥാനത്തെ മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളെയും ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതിയതായി വരുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ സോളാർ വെച്ച ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ പറയുന്ന സോളാർ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ബാധിക്കും. അതിലൊന്ന് നെറ്റ് മീറ്ററിംഗ് പരിധിയാണ്, 2 ഗ്രിഡ് സപ്പോർട്ട് ചാർജാണ്. നെറ്റ് മീറ്ററിംഗ് പരിധി എന്ന് പറയുന്നത് പുതിയ കണക്ഷനുകളിൽ നെറ്റ് മീറ്ററിംഗ് സംവിധാനം 2 അല്ലെങ്കിൽ 3 കിലോവാട്ട് വരെയായി പരിമിതപ്പെടുത്തുകയും അതിന് മുകളിലുള്ളവർക്ക് നെറ്റ് മീറ്ററിംഗ് ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി വിശദമായി പറയുകയാണെങ്കിൽ, സോളാർ പ്ലാന്റുകളിൽ നിന്നുള്ള അധിക വൈദ്യുതി അത് KSEBക്ക് നൽകുകയും പിന്നീട് തിരിച്ചെടുക്കുന്നതുമാണ് ഈ നെറ്റ് മീറ്ററിംഗ് പരിധി എന്നുള്ളത്. നേരത്തെ ഇത് 1000 മെഗാവാട്ട് വരെ ആയിരുന്നു എന്നുള്ളത്, 1000 കിലോവാട്ട് വരെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് 2-3 കിലോവാട്ടായി KSEB പരിമിതപ്പെടുത്താൻ പോകുന്നത്. ഈ നിർദ്ദേശത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, വൈദ്യുതി നൽകുന്നത്, അതായത് അധികമായി വൈദ്യുതി നൽകുന്നത് KSEBക്ക് നൽകുന്നത് കൂടിയ വിലയ്ക്ക് നൽകുകയും അതേസമയം കുറഞ്ഞ നിരക്കിൽ KSEBക്ക് നൽകുകയും കൂടിയ നിരക്കിൽ KSEBയുടെ കയ്യിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടിയും വരുന്നൊരവസ്ഥയിലേക്ക് നെറ്റ് മീറ്ററിംഗ് പരിധി ഏർപ്പെടുത്തുന്നതോടെ സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കൾ പോകും. അതോടൊപ്പമാണ് ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്നുള്ളത്. ഗ്രിഡ് സപ്പോർട്ട് ചാർജിൽ ഒരു അന്തിമ നിലപാട് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് KSEBയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ഗ്രിഡിലേക്ക് ഇത്തരത്തിൽ സോളാർ വൈദ്യുതി നൽകുന്നവർക്ക് ഗ്രിഡ് വൈസ് സപ്പോർട്ട് ചാർജ് എന്ന് പറഞ്ഞൊരു ₹1 നിരക്കിൽ അവരിൽ നിന്ന് ഈടാക്കണമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ KSEB പറയുന്നത് ₹7 ഇത്തരത്തിൽ ഈടാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വലിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരികയാണ് KSEB. നിർദ്ദേശങ്ങളൊക്കെ സംസ്ഥാനത്തെ തികച്ചും വിരോധാഭാസമായ ഒരു കണക്കുകളാണ് പുറത്തു വരുന്നത്. സൗരോർജ്ജം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിക്കുന്നതിന്
വൈദ്യുതി വകുപ്പിന് ഏറെ ചിലവുണ്ട്. അതുകൊണ്ട് എല്ലാ ഉപഭോക്താക്കളുടെയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രജിത് മോഹനാണ് വാർത്ത പങ്കുവച്ചത്.